ചെറിയമ്മേ, നീലി അപ്പൊ നമ്മളെ കൊല്ലൂ? ഏയ്, നീലി അങ്ങനെ എല്ലാവരെയും കൊല്ലില്ല. പക്ഷേ അല്ലിയെ ചതിച്ചതുപോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ചതിച്ച നീലി ഉറപ്പായും അയാൾക്ക് മുന്നിലെത്തും. ആരാ ഈ അല്ലി? അല്ലി നീലിയുടെ ആരാണ്? ആ, അല്ലിയും നീലിയും തമ്മിലൊരു ബന്ധമുണ്ട്. പണ്ട് 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 എന്ന് പറഞ്ഞ ഏകദേശം ഒരു 9-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ. അന്ന് പഴകന്നൂർ ദേശം വാണൊരു ദേവദാസി ഉണ്ടായിരുന്നു, കാർവേണി. സാധാരണ മനുഷ്യരുടേതായ ജീവിതശൈലി ആയിരുന്നില്ല കാർവേണിയുടേത്. സർവ്വതും ഭഗവാന്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് സ്വയം ഭഗവാന് വിധേയപ്പെട്ട് ജീവിക്കാനാ അവൾ ആഗ്രഹിച്ചത്. അങ്ങനെ വർഷങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ കാർവേണി അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി, അല്ലി. ദേവസങ്കല്പങ്ങളിൽ മാത്രം കേട്ട അപ്സരസിന്റെ സൗന്ദര്യ ലക്ഷണങ്ങൾ. സംഗീതത്തിലും നൃത്തത്തിലും പൂർണ്ണതയുടെ നാരീ സ്വരൂപം. അറിവിലും പാണ്ഡിത്യത്തിലും അവൾ വിജയത്തിന്റെ മാനങ്ങൾ കീഴടക്കിക്കൊണ്ട് സർവജ്ഞയായി മാറി. ഒരു ദേവദാസിയായി ജീവിക്കാൻ അവൾ നിർബന്ധിതയാണെങ്കിലും മനസ്സുകൊണ്ട് അല്ലി അങ്ങനെ ആയിരുന്നില്ല. കാരണം ദേവാരാധനയ്ക്കായി അവള് കേട്ട കഥകളിൽ നിന്നും ആ ഹൃദയത്തിൽ പതിഞ്ഞത് തന്റെ ആരാധനാമൂർത്തിയായ സാക്ഷാൽ മഹാദേവന്റെ അനശ്വര പ്രണയകാവ്യമായിരുന്നു. നീലിക്കായുള്ള കാത്തിരിപ്പ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. 2-ാം ഭാഗത്തിനായി ഫോളോ ചെയ്യാം കനവുകഥ.